വോട്ടുകൊള്ള ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കുമെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ഒരുങ്ങുകയാണ്. വോട്ട് ചോരി മുദ്രാവാക്യം മുഴക്കി എല്ലാ ജില്ലകളിലും നാളെ മെഴുകുതിരി മാർച്ചുകൾ നടത്തും. വോട്ടേഴ്സിന്റെ അവകാശങ്ങളെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് നടത്തുന്നത് എന്നാണ് കോൺഗ്രസിന്റെ പക്ഷം. വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. ഡൽഹി ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ, മഴയൊക്കെ മാറി നിൽക്കുകയല്ലേ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഡൽഹി ഹോട്ടാവുകയാണല്ലോ. വെരി ഗുഡ് മോർണിംഗ് SK. തീർച്ചയായും ഡൽഹിയിൽ ഇങ്ങനെ ഉഷാറായി തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കാലാവസ്ഥ വലിയൊരു ചൂടില്ല, ഇപ്പോൾ ഒരു തണുപ്പിലേക്കൊക്കെ മാറുന്ന ഒരു കാലാവസ്ഥയാണ്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു മഴയൊക്കെ മാറുമ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ വീണ്ടും കഠിനമായിട്ടുള്ളൊരു ചൂടിലേക്കൊക്കെ കാലാവസ്ഥ മാറുന്നൊരു ഘട്ടം തന്നെയാണ്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചൂട് പിടിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ആരോപണങ്ങൾ തന്നെയാണ്. ആ ചൂടിനി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യവും. ഇന്നലെ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാരുടെയും സംസ്ഥാന ചുമതലയുള്ള നേതാക്കളുടെയും ഒക്കെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. SK സൂചിപ്പിച്ചതുപോലെ ആ യോഗത്തിലാണ് നാളെ നടക്കാനിരിക്കുന്ന ഈ മെഴുകുതിരി മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും നാളെ മുതൽ ഈ പ്രതിഷേധ പരിപാടികൾ കോൺഗ്രസ് ആരംഭിക്കുകയാണ്. നാളെ ഈ മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് സംഘടിപ്പിക്കുന്നത്. ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനും ഒപ്പം തന്നെ ഈ സാധാരണക്കാരുടെ വോട്ടവകാശം സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടമാണിതെന്നാണ് കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ മെഗാ റാലികൾ സംഘടിപ്പിക്കാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിലുമായിരിക്കും കോൺഗ്രസിന്റെ മെഗാ റാലി ഉണ്ടാവുക. ഈ റാലിയിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കും. ഇന്ത്യ സഖ്യത്തിന്റെ ഒക്കെ വലിയൊരു പിന്തുണ കോൺഗ്രസിന് ഇക്കാര്യത്തിലുണ്ട്. സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 15 വരെ രാജ്യവ്യാപകമായി ക്യാമ്പയിനുകൾ കൂടി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തന്നെ 5 കോടി ഒപ്പുകൾ ശേഖരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ടർമാരുടെ അവകാശങ്ങൾക്കായിട്ടുള്ളൊരു പോരാട്ടം നടത്തുന്നുവെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ബീഹാറിൽ ഈ മാസം 17-ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു യാത്ര കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവർ ആ യാത്രയുടെ ഭാഗമാകും. ഒപ്പം തന്നെ ഇന്നലെ ചേർന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി മറ്റൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ടായിരുന്നു. SK അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് 48 ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടത് നേരിയ വോട്ട് വ്യത്യാസത്തിലാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇത് തട്ടിപ്പിലൂടെ തന്നെയാണ് BJP ആ മണ്ഡലങ്ങളിലൊക്കെ വിജയിച്ചിരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഉപയോഗിച്ച് അതേ തന്ത്രം തന്നെയാണ് മറ്റിടങ്ങളിലുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ താൻ ഘട്ടം ഘട്ടമായി പുറത്തുവിടുമെന്നും ഇന്നലെ ചേർന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശക്തമായി ഉയർത്തിക്കൊണ്ട് സംസ്ഥാന തലങ്ങളിലേക്ക് കൂടി പ്രതിഷേധം ശക്തമാക്കാനാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ തീരുമാനം. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.